ഞാൻ വിജയിച്ചിരിക്കുന്നു. ഒടുവിൽ എന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ലോകത്തെ രക്ഷിക്കാൻ വന്ന ഒരു നസ്രായൻ രാജാവ്, ദൈവപുത്രൻ, അവൻ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി എന്റെ ഊഴമാണ്. ഇതാ അവനെ കുടുക്കുവാനുള്ള എന്റെ ഇര എത്തിക്കഴിഞ്ഞു. ചെങ്കാതി, നിനക്ക് വലിയ പണക്കാരനാകണോ? കയ്യിലിരിക്കുന്ന ഈ പണസഞ്ചി നിനക്ക് സ്വന്തമാക്കണോ? സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടണോ? എങ്കിൽ നീ എന്റെ കൂടെ വാ. ആ മരപ്പണിക്കാരന്റെ മകന്റെ കൂടെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ നേടണമെങ്കിൽ നീ എന്നോടൊപ്പം ചേര്. ഇസ്രായേലിന്റെ രാജാവെന്ന് പറഞ്ഞു നടക്കുന്ന ആ യേശുവിനെ നശിപ്പിക്കാൻ നീ സഹായിച്ചാൽ ഈ ലോകമൊന്നാകെ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാം. ചെന്ന് വേഗം അവന്റെ കൂടെ കൂടി അവനെ നശിപ്പിക്കാനുള്ള വഴി ആലോചിക്കുക. ഒട്ടും പേടി വേണ്ട. ചെല്ല്, വേഗം. കണ്ടോ എന്റെ പദ്ധതികൾ പൂവണിയുന്നത് കണ്ടോ? ഇനിയാണ് കളി. ഞാൻ ആരാണെന്ന് ആ യേശുവും കൂട്ടരും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. കർത്താവേ, നീ എന്റെ പാദങ്ങൾ കഴുകുകയാണോ? ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. അരുത്, നീ ഒരിക്കലും എന്റെ പാദങ്ങൾ കഴുകരുത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല.
നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തവും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. കർത്താവേ, ആരാണത്? ഞാൻ ഈ അപ്പകഷണം മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം! സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ. അതെ, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എനിക്ക് സന്തോഷമായി. എന്റെ ആദ്യ ശ്രമം വിജയിച്ചിരിക്കുന്നു. ഇനിയാണ് എന്റെ യഥാർത്ഥ രൂപം ആ യേശുവും കൂട്ടരും കാണാൻ പോകുന്നത്. അവരോടൊപ്പം നിങ്ങളും കാത്തിരിക്കുക. ഏതാനും മണിക്കൂറുകൾ മാത്രം. പിന്നെ കുഞ്ഞുങ്ങളെ, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു, രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു, രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹിതരെ, നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി. മാതൃക ഞാൻ